നമുക്കറിയാം ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ പ്രതിരോധ ശേഷി നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പല ലോക രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയുമായി പങ്കാളിത്തം കൂടാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ ഫ്രാൻസ് തന്ത്രപരമായ നീക്കം നടത്തുകയാണ്. അതായത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ഉൽപാദന ശേഷികൾ പ്രയോജനപ്പെടുത്താൻ ഫ്രാൻസ് തന്ത്രപരമായ നീക്കം നടത്തുകയാണ്. ഇന്ത്യയുടെ ആയുധ സംവിധാനങ്ങളുടെ സഹനിർമ്മാണത്തിലും കയറ്റുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദീർഘകാല പങ്കാളിത്തം സ്ഥാപിക്കാനാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. ഇന്ത്യൻ സ്വകാര്യ കമ്പനികളുമായുള്ള പങ്കാളിത്തം പര്യവേഷണം ചെയ്യുന്നതിനായി ഫ്രഞ്ച് സർക്കാർ അതിന്റെ സൈനിക ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഫ്രഞ്ച് ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നതാണ് ഫ്രാൻസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതായത് ഫ്രഞ്ച് ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് മൂന്നാം കക്ഷി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഫ്രാൻസിന് ലക്ഷ്യമുണ്ട്. അതിനുദാഹരണമാണ് മിസ്റ്റർ ഷോർട്ട് റേഞ്ച് ഡിഫൻസ് സിസ്റ്റവും GM-200 റഡാറുകളും ഫ്രഞ്ച് കമ്പനി സ്വകാര്യ മേഖല പങ്കാളികളുമായി ചേർന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനു പുറകിൽ ഫ്രാൻസിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇന്ത്യൻ സൈന്യത്തെ വിതരണം ചെയ്യുന്നതിൽ മാത്രമല്ല ഇത് ഊന്നൽ നൽകുന്നത്. വിശാലമായ അന്താരാഷ്ട്ര പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ഇന്ത്യയുടെ ഉൽപാദന ശേഷി പ്രയോജനപ്പെടുത്താൻ ഫ്രാൻസ് നോക്കുന്നതായിട്ടാണ് ഫ്രാൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കുറഞ്ഞ ഉൽപാദന ചെലവ് ഫ്രഞ്ച് ആയുധങ്ങൾക്ക് ആഗോള വിപണിയിൽ വില നിശ്ചയിക്കാൻ കഴിയുമത്രേ. ഫ്രാൻസിന്റെ ഈ ഉദ്ദേശം ഇന്ത്യക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്ന് നോക്കിയാൽ ഈ സംരംഭം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ആവാസ വ്യവസ്ഥയെ ഗണ്യമായ രീതിയിൽ മെച്ചപ്പെടുത്തും. ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാങ്കേതിക വിദ്യ കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും ഒരു പ്രധാന പ്രതിരോധ കയറ്റുമതിക്കാരാകാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തിന് സംഭാവന നൽകുകയും ചെയ്യും. നമുക്കറിയാം, സമീപ വർഷങ്ങളിലെ പ്രതിരോധ കയറ്റുമതി എടുക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യ സജീവമായി തന്നെയാണ് തുടരുന്നത്. ഫ്രഞ്ച് ആയുധ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് വിലപ്പെട്ട ഒരു അനുഭവവും പുതിയ കയറ്റുമതി വിപണികളിലേക്കുള്ള പ്രവേശനവും നൽകും. ഇങ്ങനെ ഇന്ത്യയും ഫ്രാൻസും ഒരുമിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഉൽപാദന ശേഷിയും ഫ്രാൻസിന്റെ സാങ്കേതിക വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഈ സഹകരണം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ കയറ്റുമതിയിൽ ഗണ്യമായ വർധനവിന് ഇടയാക്കും. അതായത് ഈ ഒരു സഹകരണം കൊണ്ട് ഒരു രാജ്യത്തിന് മാത്രമല്ല രണ്ട് രാജ്യങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ പ്രയോജനം ചെയ്യും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.